മരിച്ചപ്പോൾ അവന്റെ മാംസപേശികൾ പറഞ്ഞു പോയി പറയുന്നു. അത് അവന്റെ അകത്തെ അസ്ഥിപ്രശ്നങ്ങൾ പുറത്തേക്ക് കാണത്തക്ക രീതിയിലായി. അത് അവൻ നമ്മളെ പാപം വഹിച്ചു, നമ്മളെ ശാപം വഹിച്ചു, അവൻ നമ്മൾക്ക് സകലരുടെയും ശിക്ഷ അവന്റെ മേൽ ചുമത്തി എന്ന് വചനം പറയുന്നു. അതെ, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചുകൊടുത്തുകൊണ്ട് അടിച്ചിറക്കിയപ്പോൾ അതിൽ നിന്ന് മുള്ള് അവന്റെ കണ്ണിയുടെ കയറി ഇറങ്ങി എന്ന് വചനം പറയുന്നു. അതെ, ഒടുവിൽ അവന്റെ മുഖത്തേക്ക് പടയാളികൾ മാറി മാറി കാർപ്പിച്ചു കുത്തുവാനിടയായി അവന്റെ ചെകിടത്ത് പേര് കൊണ്ടടിച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്നു. രക്താന്തരം വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് പച്ച പൈമരക്കുരിശ് അവന്റെ ചുവടിൽ വെച്ചു കൊടുത്തുകൊണ്ട് അവൻ ഏകനായി കാൽവരി ഗോൽഗോത്ത തലയോളം എന്ന് അർത്ഥമുള്ള കാൽവരിയിൽ ആ തലയോളം അർത്ഥമുള്ള ഗോൽഗോത്ത എന്ന് പറയുന്ന മലമേൽ ഏകനായി രണ്ട് കള്ളന്മാരുടെ മധ്യേ അവൻ ഏകനായി അവൻ 3 കാര്യമായില്ലേ അവന്റെ വസ്ത്രം 4ആയി ചീന്തി അവൻ നിനക്ക് വേണ്ടി നഗ്നനായി ഈ ലോകത്തിന്റെ രക്ഷകനായ ദൈവം, തേജസ്സിന്റെ പ്രഭയായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരായ ദൈവം മനുഷ്യനായി അവൻ നിനക്ക് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നഗ്നനായി. അതെ, അവൻ 5 പ്രധാന മുറിവുകൾ ഉള്ളവനായി. അതെ, 6 മണിക്കൂറോളം അവൻ പ്രാണത്യാഗം മുഖിച്ചു. അതെ, അവന്റെ കൈക്കാൽ കരങ്ങൾ തുളയ്ക്കപ്പെട്ടു. അതെ, അവന്റെ ശിരസിൽ മുൾമുടപ്പെട്ടവനായി നിനക്ക് വേണ്ടി കാൽവരിയുടെ കുലപ്പുറത്തിൽ അതെ അവസാനത്തുള്ളി രക്തം ചീന്തിക്കൊണ്ട് അവൻ 3 കാര്യമ്പാണികൾ നാട്ടപ്പെട്ടവനായി നിനക്കായി നിന്നെ ഓർത്തുകൊണ്ട് പ്രകടിച്ചു. യേശുവിനെ സ്നേഹിക്കുന്നു. അവസാനമായി 7 മൊഴികൾ അവൻ പറഞ്ഞുകൊണ്ട് 7ാം മൊഴിയായി പിതാവേ എന്റെ പ്രാണനെ നിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തെ വിട്ടു. പക്ഷേ അവൻ ജീവിച്ചിരുന്ന കാലത്ത് അവൻ ജനിക്കുന്നതിന് മുമ്പേ മുൻ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം നിവൃത്തിയാകത്തക്കവണ്ണം അവന്റെ പരിശുദ്ധൻ ജഗത്തൻ കാണുവാൻ ഇടവരില്ല എന്നുള്ള വചനം നിവൃത്തിയാകത്തക്കവണ്ണം അവൻ പാതാള ഭൂമികളെ തകർത്തുകൊണ്ട് മരണത്തെ കാൽക്കീഴാക്കിക്കൊണ്ട് മരണത്തെ ജയിച്ച് ഉയർത്തി ഭൂതസേനകൾ ഇറങ്ങി കല്ലറയുടെ കല്ലിനെ ഉരുട്ടി മാറ്റിക്കൊണ്ട് റോമൻ ഇമ്പീരിയൽ മുദ്രകളെ മാറ്റിമറച്ചുകൊണ്ട് ഞാൻ ഇന്നും ജീവിക്കുന്നുവെന്ന് സൈന്യങ്ങളുടെ തലവനായ സൈന്യങ്ങളുടെ രാജാവായ മഹത്വത്തിന്റെ രാജാവായി ജീവിപ്പിക്കുന്ന ആത്മാവായി ഇന്നും ജീവനും പുനരുദ്ധാനവുമായി ജീവിക്കുന്നവനായി മരണത്തെ ജയിച്ച് ഉയർത്തി എഴുന്നേറ്റ് ഞാൻ ഇന്നും ജീവിക്കുന്നുവെന്ന് അവൻ പടയാളികൾക്ക് ആദ്യം പ്രത്യക്ഷതയിൽ തെളിയിച്ചു. ശിഷ്യന്മാർ അടച്ചിട്ടിരിക്കുന്ന മുറിക്കുള്ളിൽ